ഒരു കമ്പനി കേരളത്തിൽ യൂണിക്കോൺ കമ്പനിയാണ്. യൂണിക്കോൺ കമ്പനി ആണെങ്കിൽ അതൊരു ഫിനാൻസ് കമ്പനിയാണ്. യൂണിക്കോൺ കമ്പനിയാണെങ്കിൽ $1 ബില്യൺ വരുമ്പോഴാണ്, അതിൻ്റെ വാല്യൂ വരുമ്പോഴാണ് യൂണിക്കോൺ കമ്പനിയാകുന്നത്. ഈ $1.7 ബില്യൺ കേരളത്തിൻ്റെ ഇക്കോസിസ്റ്റം വാല്യൂ എന്ന് പറഞ്ഞാൽ അത് $1 ബില്യൺ ഒരു കമ്പനിയുടെയാണ്. ബാക്കി എത്രയുണ്ട്? 0.7 ബില്യൺ. 159 ബില്യൺ അവിടുത്തെ കർണാടകത്തിൽ ഈ കണക്കിൽ. പിന്നെ ഞാൻ പറഞ്ഞു 254% വളർച്ച. അത് ആരാണ് ആ വളർച്ചയെക്കുറിച്ച് പറഞ്ഞത്? ഒരു കമ്പനിയാണ്. ആ കമ്പനിയാണ് ഇത് സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തത്. ആ കമ്പനിയുടെ ക്ലയൻ്റാണ് ഈ കേരളത്തിലെ ഈ സ്റ്റാർട്ടപ്പ് മിഷൻ. ആണ് അത് അദ്ദേഹത്തിൻ്റെ ഇത്. ഞാനത് അദ്ദേഹവുമായിട്ട് കൊമ്പ് കൊടുക്കാനോ വഴക്കിടാനോ ഒന്നും ഞങ്ങളില്ല. അത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ്. ഞങ്ങളൊക്കെ അതിനേക്കാളൊക്കെ വളരെ താഴെ പൊസിഷനിലേക്കുന്ന ആളാണ്. ഞങ്ങളുടെയൊക്കെ മീതെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ. അദ്ദേഹത്തിന് ഉള്ള ആളുകളല്ല ഞങ്ങൾ അദ്ദേഹമായിട്ട് ഒരു തർക്കത്തിനും പോകുന്നില്ല. ഞങ്ങളാരും പോകുന്നില്ല. ഞങ്ങളുമായിട്ട് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം അത് ബാക്കിയുള്ളൊരു വിലയിരുത്തട്ടെ. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഏത് കാര്യത്തിലാണ് കോൺഗ്രസിൽ ഐക്യമില്ലാത്തത്? നിങ്ങളൊരു കാര്യം പറയും, ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ഐക്യമില്ലായ്മ എവിടെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്? ഏത് സബ്ജക്റ്റിലാണ് ഞങ്ങൾ ഐക്യമില്ലായ്മ കാണിച്ചിട്ടുള്ളത്? ഇപ്പോൾ ബ്രൂവറി വിഷയത്തിൽ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത് സി രമേശ് ചെന്നിത്തലയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പത്രസമ്മേളനം നടത്തിയിട്ട് സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് മുഴുവൻ ലീഡർഷിപ്പ്, KPCC പ്രസിഡന്റ്, മുൻ KPCC പ്രസിഡന്റുമാർ എല്ലാവരുമായിട്ട് ഞങ്ങൾ നിരന്തരമായി ആലോചന നടത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ തമ്മിൽ എവിടെയാണ് തർക്കം? ഓരോ വാർത്തകൾ വരുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ചില മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും വാർത്ത അതാണ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഒരുമിച്ച് അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അദ്ദേഹത്തെ തിരുത്താനുള്ള ആളല്ല. അദ്ദേഹത്തെ തിരുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദേശിക്കുകയോ അദ്ദേഹത്തെ ശാസിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആളുകളല്ല ഞങ്ങൾ. അത് ചെയ്യേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. അവരെന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾക്ക് ഇതാണ്. ഞങ്ങൾ അതിൻ്റെ പേരിലൊന്നും ഒരു വിവാദത്തിനും ഇല്ല. നിങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുമ്പോൾ നിങ്ങളൊരു തലക്കെട്ടിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുള്ള തലക്കെട്ട് ശശി തരൂരിനെതിരെ VD സതീശൻ, അത് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് എതിരല്ല. അദ്ദേഹത്തെ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് ഈ തിരുവനന്തപുരത്ത്. ഏതെല്ലാം രീതിയിലാണ് ചെയ്തതെന്ന് അറിയാം. ഞാൻ കോൺഗ്രസിൻ്റെ ഒരു MP ആണ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. എന്നേക്കാൾ മീതെയുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തെ. ഞാനത് അന്നേ പറഞ്ഞത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തെറ്റുണ്ടെന്ന് ഞാൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. വെയിറ്റ് ഞാൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞ കണക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ വെച്ച കണക്കാണ്. ആ കണക്ക് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ കണക്ക് പറഞ്ഞ കണക്ക് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ കൃത്യമായ കണക്ക് കൊണ്ടുവന്നു. നിങ്ങൾ പറഞ്ഞില്ലേ 2019-21 ഒരു കാലഘട്ടമായിട്ട് പരിഗണിച്ചു, 2021-24 ഒരു കാലഘട്ടമായിട്ട് പരിഗണിച്ചു. ആദ്യത്തെ കാലഘട്ടത്തേക്കാൾ 254% ഗ്രോത്താണ് സ്റ്റാർട്ടപ്പ് കമ്പനി. ആദ്യത്തെ കാലഘട്ടം ഏതാ? ആദ്യത്തെ കാലഘട്ടം കോവിഡ് കാലഘട്ടം. 0 മാർക്ക് കിട്ടിയ അല്ലെങ്കിൽ 1 മാർക്ക് കിട്ടിയ ആൾക്ക് 4 മാർക്ക് കിട്ടി. 4 മാർക്ക് കിട്ടിയപ്പോൾ എത്ര ശതമാനമാണ്? 300% അല്ലേ? 300% വർധനവ്. ശരിയാണ്. 8 മാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആൾക്ക് 10 മാർക്ക് കിട്ടി. അപ്പോൾ എത്രയാണ് വർധനവ്? 25% വർധനവ്. ഇതുപോലത്തെ കണക്കാണ് ആ കാലഘട്ടത്തിൽ നിന്നുണ്ടായൊരു വ്യത്യാസം. അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചു. UDFിൻ്റെ കാലത്ത് 300 സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നത്. എന്നാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്? 2015 ആയപ്പോഴാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഈ സംവിധാനം ആരംഭിച്ചത്. ആ 1 കൊല്ലത്തിനകം ഉണ്ടായ കമ്പനിയാണ് അത്രയും. ഈ 8 കൊല്ലത്തിനകം ഉണ്ടായതാണ് ഇത്. എന്നിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്പാരിസൺ പോലും ഇല്ല. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല. ഇപ്പോൾ സമ്മതിച്ചല്ലോ.
ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ലയെന്ന്.